ഇന്നലെ അവിടുന്ന് ഒരുത്തൻ പുറത്തായിട്ടുണ്ടായിരുന്നു. ആ പുറത്തായ ഉടനെ ആ പുള്ളിക്ക് കിളി പോയി എന്ന് തോന്നുന്നു. ഒരു ജാതി വർത്തമാനമൊക്കെയാണ് പറയണത്. എയർപോർട്ടിൽ വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കാമല്ലോ. ഇല്ല, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് അതിന്റെ പേര്, ഒരു മരക്കഷ്ണമാണ്. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ താല്പര്യം ലക്ഷ്മിനെ. ശരിയാണ്, മരക്കട്ടയാണ്, മരക്കഴുതയാണ്. പക്ഷെ നീയാണല്ലോടാ പുറത്തു വന്നത്. അവള് മരക്കഴുതയാണ്, അവള് കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അതിനകത്ത് നിൽപ്പുണ്ടല്ലോ, നീയാണല്ലോ പുറത്തു വന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി സ്വന്തം പ്രൊഫഷനെ പറയുന്നത്, അതായത് ഞാനൊരു വക്കീലാണ്, ആ വക്കീലായ ഞാൻ ശരിയാക്കി കളയുമെന്ന് പേടിച്ചിട്ടാണ്, എന്നെ ഭയന്നാണ് ലക്ഷ്മി എന്നോട് മാപ്പ് പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ. സാധാരണ ഞാൻ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. നമ്മൾ കൂടെ നിൽക്കുന്നവർ വന്ന് പരാതി പറയും, പരാതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അതിനു വേണ്ടി ഇറങ്ങും. അവസാനം ഈ പരാതി പറഞ്ഞവരങ്ങ് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. നമ്മൾ ത്രിശങ്കു സ്വർഗത്തിലാവും. ഇത് നമ്മുടെ വിഷയം പോലും അല്ല, പക്ഷെ നമ്മൾ ഇതിനകത്ത് കയറി വർത്തമാനം പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ലക്ഷ്മി മസ്താനി പറഞ്ഞത് കേട്ടിട്ടാണ് ഒനിലിനെതിരെ സംസാരിച്ചത്. ചിലപ്പോൾ ഇത്തിരി അഗ്രസീവ് ആയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ വളരെ മോശമായിട്ട് ലക്ഷ്മിയെ ഇവരും ടാർഗറ്റ് ചെയ്തിരുന്നു, ലാൽ ഉൾപ്പെടെ. എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ ഇപ്പം ലൈവ് ഒന്നും ആരും കാണത്തില്ല, ഓരോ എപ്പിസോഡും ആരും കാണത്തില്ല. പക്ഷെ വീക്കെൻഡ് ഒരുപാട് പേര് കാണുന്നതാണ്. ആ വീക്കെൻഡിലിട്ട് ലക്ഷ്മിയെ പോരിച്ചങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ അവൾ സോറി പറഞ്ഞു. അത് ഹോൾ മെന്നിനോട് സോറി പറയാൻ പറ്റും. അതായത് മുഴുവൻ മെന്നെ ഇവനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ ആ ഷോ കാണിച്ചത്. ആ പട്ടി ഷോയ്ക്ക് ആ പാവം പെൺകുട്ടിയെ വളരെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ലക്ഷ്മി തടുമാറുന്നത് നമ്മൾ അവിടെ കണ്ടു. എങ്ങനെ അവൾക്ക് ഈ ഒരു വിഷയത്തിൽ ചെറിയ മാറ്റം ഉണ്ടായി. കാരണം മസ്താനി പിൻവാങ്ങി. മസ്താനിയാണല്ലോ പരാതിക്കാരി പിൻവാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇതുമായിട്ട് മുൻപോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുന്ന അവൾ പയ്യെ പിൻവാങ്ങുകയാണ്. ഇപ്പം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഒരു ഇന്റർവ്യൂ ആണ്. അതിനുശേഷം ഇനിയിപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമല്ലോ. ആ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, അതൊന്ന് കേൾക്കാം. ഒരു ബോധമില്ലാത്ത നടത്തുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ വന്നിട്ട് ഒരു ശശിയാവും ഇപ്പോഴും ശശി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവള് എന്താണ് അവളുടെ ഇങ്ങനെ വഴിയേറ്റ് വന്നവളാണ്. അപ്പോൾ അതുപോലത്തെ അവളൊക്കെ ഈ ഫേക്ക് അലിഗേഷൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളെ പറ്റി അവളൊരു പുരുഷ വിരോധിയാണ്. അവള് മിസ്ആൻഡ്രിസ്റ്റ്, അതായത് മിസ്ആൻഡ്രി എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധം. ഞാൻ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് അതോടെ. അതായത് എപ്പോഴും ഈ പുരുഷ വിരോധികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരേ ലൈനുള്ളൂ. അപ്പോൾ അവരെ ഈ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല, ഫസ്റ്റ് ടൈം കാണുന്നില്ല. പുരുഷ വിരോധം ഫെമിനിസം ആണെന്ന് കരുതി നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇവളാണ് ആദ്യം വന്നിട്ട് ജിസേലിന്റെ മാരിനെ പുതപ്പൂലേക്ക് പറഞ്ഞ് ഉണ്ടാണ്ടിരുന്ന അവള്. അപ്പോൾ ഇവളാണ് ഫെമിനിസ്റ്റ്. ഇവിടെ പിടിച്ച് കാണിച്ച് തുപ്പാന്ന് തോന്നുന്നത് എനിക്ക് അവളോട് യാതൊരു റെസ്പെക്റ്റില്ല. അതായത് ഇത്രയും ഒരു വൃത്തികെട്ട അരോചകമായ കണ്ടസ്റ്റന്റ്. അതായത് ഇവള് പറയണ മൊത്തം അവരാതും. ഇവള് വന്നിട്ട് അവിടെ കാണിക്കണം, ഇവളെ സൗണ്ട് വന്നിട്ട് നമുക്ക് കേൾക്കും. ഇവള് പറയണ എന്താണെന്ന് ഇവളോട് ജീവിച്ചിരിപ്പണമെന്ന് അറിയില്ല. എന്നിട്ട് അതിനിടയ്ക്ക് വന്നിട്ട് ഇവളുടെ കൊച്ചിന്റെ ഡ്രാമ ഉണ്ട് കുറച്ച് കൂടുതലായിട്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഈ പറഞ്ഞാൽ ഇവള് ഭയങ്കര ഇവള് വലിയ ഗെയിമറാണെന്നാണ് ഈ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞത്. മുഴുക്ക അപരാധം. അതായത് ഇയാളിപ്പോ പറയണത് മുഴുക്ക നല്ല നവരാധം, അത്രയല്ലേ ഉള്ളൂ, പുരുഷ വിരോധം. തീർച്ചയായിട്ടും പലപ്പോഴും ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം അതാണ്, അവൾ പുരുഷ വിരോധിയാണെന്നാണ്. എന്നാൽ അവക്ക് വേണ്ടി വാദിക്കാൻ വന്നത് ഭർത്താവാണ്. ഭർത്താവ് പുരുഷനല്ലായിരിക്കും അല്ലേ? ആ ശരിയാ. ആ കുഞ്ഞിനെ കാണിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൾക്ക് വേണ്ടി തർക്കിക്കുന്നത് അവളുടെ സഹോദരനാണ്. കസിൻ ബ്രദർ ആണെങ്കിലും ബ്രദർ തന്നെയാണ്, അതും ഒരു പുരുഷനല്ലേ? അപ്പൊ പിന്നെ പുരുഷ വിരോധം ഇഷ്ടം പോലെ ഉണ്ടല്ലേ ലക്ഷ്മിക്ക്. പിന്നെ ഫെമിനിസം, തീർച്ചയായിട്ടും ഫെമിനിസം പറയുമ്പോൾ മിക്കവാറും നമുക്ക് ആണുങ്ങളെ എതിർക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാളിതുവരെ ഹേർ സ്റ്റോറി എന്നല്ല ചരിത്രത്തിന് പറയുക, ഹിസ് സ്റ്റോറി എന്നാണ്. എന്ന് വെച്ചാൽ ഹിസ്, അവന്റെ കഥ, ഹിസ് സ്റ്റോറി. അങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററി, ചരിത്രത്തിനെ പോലും രേഖപ്പെടുത്തുന്നത് ഹിസ് സ്റ്റോറി എന്നാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. ആൺ മേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ, ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സ്ത്രീകൾക്ക് ഇക്വാലിസം വരണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ടി വരും, അവരെ എതിർക്കേണ്ടി വരും. കാരണം മേൽക്കോയ്മ അവരുടെ കയ്യിലാണ്. ആൺ മേൽക്കോയ്മ ഉള്ള ഒരു സമൂഹത്തിൽ പെണ്ണിന് മുൻപോട്ട് വരണമെന്നുണ്ടെങ്കിൽ, അഥവാ അവൾക്ക് ഇക്വാലിസം പോലും വേണമെന്ന്, സമത്വം വേണമെന്നുണ്ടെങ്കിൽ പോലും ആണിനോട് എതിർക്കേണ്ടി വരും. ആ എതിർപ്പിനെ പുരുഷ വിരോധം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അവൾക്കുള്ളത് ഒരു മകനാണ്, അവളുടെ സഹോദരനാണ് അവൾക്ക് വേണ്ടി വാദിക്കുന്നത്, അവൾക്ക് ഉള്ളത് ഹസ്ബൻഡ് ഒരു പുരുഷനാണ്. ഇത്രയൊക്കെ ആ പുരുഷന്മാരുള്ള അവരാരും അവൾക്കെതിരെ ഒരു അക്ഷരം പറയുന്നില്ല എങ്കിൽ അവൾ പുരുഷ വിരോധിയാണെന്ന് പറയുന്ന നീ ശരിക്കും ആരാണെന്ന് നീ ശരിക്കും ആലോചിച്ച് നോക്ക്.
എനിക്കറിയത്തില്ല ആരും, ഒരുപാട് പെണ്ണുങ്ങൾ യൂട്യൂബേഴ്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. എന്തുകൊണ്ട് ഇവരാരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തും അങ്ങ് കസർത്തി കയറാമെന്നുള്ളതാണ്. വിമൻസ് കമ്മീഷൻ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഇത്രയും മോശമായ അധപ്പതിച്ച ഒരു ഷോ, ആ ഷോയിൽ നടന്ന ഒരു വിഷയത്തിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വന്ന ഒരു സ്ത്രീയെ വീണ്ടും വീണ്ടും അവഹേളിക്കുന്ന കണ്ടിട്ട് സ്വമേധയാ കേസെടുക്കാതെ ഇരിക്കുന്ന വനിതാ കമ്മീഷൻ സത്യം പറഞ്ഞ ഒരു ഡെഡ് സാധനമാണെന്ന് ഞാൻ പറയും. ലക്ഷ്മി അവിടെ എന്താ ചെയ്തത്? ഒരു പെൺകുട്ടിക്ക് ഏർപ്പെട്ട ബുദ്ധിമുട്ടിനെ ചോദ്യം ചെയ്തു. മസ്താനിക്ക് വയറ്റിൽ കയറി പിടിച്ചു, അവൾ കംഫർട്ട് അല്ലായിരുന്നു എന്ന് അവൾ വന്ന് പറഞ്ഞ പരാതിയിന്മേലാണ് അവൾ അവിടെ സംസാരിച്ചത്. ഇവനൊരു വക്കീലാത്രേ. വക്കീലായതുകൊണ്ട് അവളെ മൂക്കി കയറ്റുമെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തില്? ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നടന്ന ഒരു സംഗതി, അതും അവർ അവെയർ അല്ലാത്ത ഒരു സംഗതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ എന്ത് നിയമവും അവൻ പഠിച്ചേ? എന്താണ് അവൻ പഠിച്ച നിയമം? അവളെ മോശപ്പെടുത്തി സംസാരിച്ചെങ്കിൽ ഇവനെതിരെ കേസെടുക്കാൻ പറ്റും. നിനക്ക് നിയമം അറിയില്ല എന്നുള്ളതിന് തെളിവാണത്. ഈ പോക്കൃത്തരം നീ പറയുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമാണ്, അവർ മറ്റതാ മറിച്ച്, നീയാണ് അവരെ അപമാനിക്കുന്നത്. അവരെ അപമാനിക്കുന്നതിന് ഒരു കണക്കില്ലേ? ഇവിടെ നിനക്കുള്ളതിനേക്കാൾ പ്രിവിലേജ് പെണ്ണുങ്ങൾക്കുണ്ട്. അവർക്ക് ആ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അങ്ങനെയുള്ളവർക്ക് പ്രിവിലേജ് ഉണ്ട്, നിങ്ങളെക്കാൾ പ്രിവിലേജ് ഉണ്ട്, അത് മറന്നു പോവണ്ട. തോന്നണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് എന്ത് രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ നേരത്തെ സാബുമാനെ വീക്ക് പറഞ്ഞ് വിളിച്ചില്ലേ, എന്റെ ബ്രദറാണ് വഴിയിട്ട് വന്നത് ലക്ഷ്മിയാണ്. ഞാൻ പറഞ്ഞ ഒരു മരക്കഷ്ണം. ലക്ഷ്മിയുടെ ഫാമിലി വീക്കിൽ ലക്ഷ്മിനെ കുറച്ച് വിയോജിപ്പ്, അതായത് ലക്ഷ്മിനെ കുട്ടീനെ കാണാൻ സമ്മതിച്ചില്ല എന്നുള്ളത്. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ ക്ലെൻ ഉണ്ട്, നമ്മുടെ കൂട്ടുകാരൻ ക്ലെന്നിന്റെ ചേച്ചിയുടെ മോളുണ്ട്, അതായത് മറ്റേ നമ്മുടെ ലിവു എന്റെ പ്രൊമോ. പുറത്തുള്ളവർ എന്താണ് എവളെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടിയുടെ പേരും പറഞ്ഞിട്ടെന്നാണ് എന്റെ ചോദ്യം. വളരെ ജെന്യൂനായ ചോദ്യമാണ്. ശരിയാണ്. എന്തുകൊണ്ട് കുട്ടിയുടെ കാര്യം പറയുന്ന? നിന്റെ അമ്മ എന്തിനാ ഓർമ്മ ഇട്ട് വീണേന്ന് അറിയാമോ? നിന്നെ പ്രസവിച്ചത് കൊണ്ടാ. നീ എന്ന മകൻ അവർക്ക് അത്ര വാല്യുബിൾ ആയതുകൊണ്ടാ. നീ എന്ന വാഴ അവർക്ക് അത്രത്തോളം പ്രിഷ്യസ് ആയതുകൊണ്ടാണ് ആ അമ്മ ഓർമ്മ തെറ്റി വീണത്. അപ്പൊ നിനക്ക് മനസ്സിലാവുന്നില്ലേ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്? അവളുടെ മകനെ കാണാൻ അനുവദിക്കാതെ അതിനകത്ത് നിൽക്കുകയാണ് അവള്. എത്രയോ ദിവസങ്ങളായി അവൾ അതിനകത്ത് വന്നിട്ട്. അമ്മയും കുഞ്ഞുമാണ്. അത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് കുട്ടികളെ പിരിഞ്ഞൊരു അമ്മ ഇരിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഫെസിലിറ്റീസിന് ഒന്ന് കാണാനെങ്കിലും പറ്റണം. അത്ര ദൂരം സഞ്ചരിച്ച് വന്ന ആ കുട്ടി ഒരു മതിലിനപ്പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു നോക്ക് കാണാൻ കഴിയാതെ നിന്റെയൊക്കെ കുഞ്ഞായ്മ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശാപം നിന്നെയൊന്നും വെറുതെ വിടത്തില്ലടാ. നീ നിന്റെ അമ്മയെ കാണാതെ, അമ്മയെ പിരിഞ്ഞ് ഒരുപാട് കാലം മാറി നിൽക്കേണ്ടിയോ എവിടെയെങ്കിലും പോയി ജയിലിലോ കിടക്കേണ്ട അവസ്ഥ വരും. അത്രത്തോളം ശാപം കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിന്റെ പരിണിത ഫലം, അതിന്റെ കർമ്മ നിങ്ങളൊക്കെ അനുഭവിക്കും. എന്ത് വൈരാഗ്യമാണെന്ന് പറഞ്ഞാലും അമ്മയിൽ നിന്ന് ആ പിഞ്ച് പൈതലിനോട് നിങ്ങൾ കാണിച്ചത് എന്താണ്? ആ പിഞ്ച് പൈതൽ എന്ത് ചെയ്തു നിങ്ങളോട്? അമ്മ ചെയ്തതിന് മകനെയാണോ ശിക്ഷിക്കുന്നത്? അമ്മ എന്ത് തെറ്റ് ചെയ്തെന്നാണ്? അമ്മ എന്താ പറഞ്ഞത്? അവളുടെ നിലപാട് പറഞ്ഞതാണോ കുഴപ്പം? അവളുടെ നിലപാട് പറയുന്നതിൽ എന്താ പ്രശ്നം ഇരിക്കുന്നേ? അവർക്കത് ജനറലൈസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? കൊച്ചുങ്ങൾ ഇത് കണ്ടാൽ പഠിക്കൂല. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിന്റെയൊക്കെ വീട്ടിൽ ഈ ഓപ്പൺ സെക്സ് മറ്റതും മറിച്ചതും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നീയൊക്കെ കാണിച്ചു കൊടു. അവളെ കൊച്ചിനെ കാണിക്കാൻ താല്പര്യമില്ല. അവളെ കാണാനാണ് അവളെ കുഞ്ഞു വന്നത്, അവിടുത്തെ പട്ടി ഷോ കാണാനല്ല. ആ പട്ടി ഷോ കൊച്ചിനെ കാണിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുമില്ല. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവൾ പേര് കൊടുക്കുന്ന സമയത്ത് ഈ നാറികൾ അതിനകത്തുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അതിനുശേഷമല്ലേ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് പോകണ്ട എന്നുള്ളത് കൊണ്ട് അവൾ അക്സെപ്റ്റ് ചെയ്തു. പോക്കൃതരം പറയരുത്. റൂൾസ് ആണ്. 5 വയസ്സിൽ താഴെ പിള്ളേരെ കളിക്കാൻ പാടില്ല ലീഗലി. മനസ്സിലായോ? അത്രക്കും ബോധം വെക്കില്ലേ? അതായത് ഇത് റൂൾസ് ആണ്. ബിഗ് ബോസിലെ പ്രൊമോക്ക് വന്നപ്പോൾ അവർ ചെയ്ത സാധനമാണ് റൂൾസ്. അതായത് ഈ കൊച്ചിന്റെ കൺസെന്റ് ആവാനുള്ള സമയമായിട്ടില്ല ലീഗലി. അപ്പൊ കൊച്ചി ഒരു 18 വയസ്സാകുമ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് തന്നെ വീഡിയോ കയറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അത് ആ റൂൾസ് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ശശിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ അത്ര ഇത് നേരത്തെ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ഇതൊക്കെ സംസാരിക്കണം. ഇവളിപ്പോ അവിടെ ഒരു പുതിയ ഓർഗൻ ഡോളറിന്റെ ഒരു കേസും വന്നിട്ട് എല്ലാവരും ചെവിയിൽ വന്നിട്ട് പറഞ്ഞു എന്തിനാണെന്ന് പറഞ്ഞു. അതൊക്കെ വിട്ടിത്ര ഇവിടെ എന്തിനാണ് വന്നത് ബിഗ് ബോസിൽ എനിക്ക് ഞാൻ പറഞ്ഞത്. അവള് ഒരു വലിയ ഗെയിമറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ പറഞ്ഞാൽ അവൾക്കൊരു സാധനം പറഞ്ഞിട്ട് ആ നിലപാട് ഉറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. അതിന് പറ്റാത്ത ഒരാളാണ്. വെറുതെ അവളല്ലാണ്ട് മാസാ തഗ്ഗാർന്നൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. വെറുതെ ഇവിടെ പോവാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ലക്ഷ്മി ആദിലനൂർക്കെതിരെ അവർ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരെ കാണുന്നതിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പല വിഷയങ്ങൾ ഇപ്പോൾ ഫാമിലി വന്നതിന് പോയതിനു ശേഷം ആദിലനൂറിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് അവരെ കൂട്ട് പിടിച്ചിട്ട് ഷാനവാസിനും മനീഷിനെതിരായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു പക്ക ഫേക്ക് ആയിട്ടുള്ളൊരു അലിഗേഷൻ പറയുക, അതിനുള്ള റീച്ച് ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇത് ഫേക്ക് എന്ന് പറഞ്ഞ ഗെയിമർ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ജിസേലിനെയും ആര്യനെയും തെറി പറഞ്ഞവള്, പിന്നെ വന്നിട്ട് അവള് മറ്റേ ജിസേലും ആര്യനും കൂടെ എടുത്തു പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ആദ്യം പറഞ്ഞാൽ അവള് മറ്റേ വീട്ടിൽ കയറ്റില്ലാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ് വീട്ടിൽ കയറ്റി. എന്നിട്ട് പിന്നെ അവളുടെ അമ്മ എന്നിട്ട് പറഞ്ഞാൽ അവര് സിറ്റ് ഔട്ടിലിരിക്കാം. ആക്ഷേപ മനസ്സിലായി, അത് കേട്ടില്ലേ? സിറ്റ് ഔട്ടിലിരിക്കാം. അപ്പൊ ഇതൊക്കെ പറയണ അവള് പിന്നെ കാണിക്കണം എന്ത് കളിയാണ്? അത് ഫേക്ക് അല്ല, അവള് ശശിയാണ്.
വെറുതെ ശശിയാവുമ്പോൾ അത്ര ശശിന്റെ അച്ഛൻ. പിന്നീടൊക്കെ ഫേക്ക്. ഓടാടുന്ന എഴുന്നേറ്റ് അവൾ പറഞ്ഞ നിലപാടിൽ തന്നെയാണുള്ളത്. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് നിലപാട് മാറ്റം ഉണ്ടായെന്ന്. ആര്യൻ ജിസേലിന്റെ കാര്യത്തില് അവള് പബ്ലിക് ആയിട്ടാണ് ഇരുന്നുകൊണ്ട് പറഞ്ഞത്, നീ നിന്റെ കളിയൊന്ന് മാറ്റി വെക്ക്, ആ ചെറുക്കനെ ഒന്ന് കളിക്കാൻ വിട് എന്ന് ആര്യന്റെ കാര്യത്തില് ലക്ഷ്മി ഇടപെട്ട് പറയുകയാണ് ചെയ്തത്. നീ നിന്റെ പ്ലേയോ കളിക്കുന്നില്ല, ആ ചെറുക്കനെങ്കിലും ഒന്ന് കളിക്കാൻ വിടെന്ന് ഇവൾ കിച്ചണിൽ നിൽക്കുമ്പം അവൾ പറയുന്നുണ്ട്. പിന്നെ അതൊരു ഗെയിം ഷോയാണ്, അതിനകത്ത് ഇന്ന ആളുണ്ട്, ഇന്ന ആള് നീക്കി നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളാകുന്ന കാര്യമാണ്. അവൾക്ക് അതിനകത്ത് അവളെ പേഴ്സണൽ ഇതാ പറഞ്ഞ, അവളെ വീട്ടിലേക്കുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങളിത് വളച്ചൊടിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തലയ്ക്ക് സുഖമില്ലെന്നേ പറയുള്ളൂ. ഇപ്പോഴും ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മി പുറത്തിറങ്ങി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അക്ബറിന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറഞ്ഞ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്ത കുട്ടികൾ കരയുന്നത് ഇവർ കണ്ടിട്ടുണ്ട്. ആ ഷോ പുറത്തേക്ക് വിട്ടത് ബിഗ് ബോസ് തന്നെയാണ്. അതിൽ കൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന്. നമ്മൾ കേട്ടിട്ടില്ല. അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്നോ അവരുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞത് അക്ബറിന്റെ ഉമ്മ ആണ്. ആ ഉമ്മ അവിടെ വന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അക്ബറിനും അക്ബറിന്റെ ഉമ്മായിക്കുമാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടുകൊണ്ട് അവർ വന്നതും അക്ബർ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലക്ഷ്മിയോട് അടി കൂടിയപ്പോൾ അക്ബറിനോട് ലക്ഷ്മി പറഞ്ഞ കാര്യമാണ്, നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി വക്കാലത്ത് കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് മോഹൻലാലും നീയും ഒക്കെ ചേർന്ന് അവളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന. അവള് വന്ന ഉടനെ ആദില നൂറ എൻ്റെ വീട്ടിൽ കയറ്റാൻ ഒക്കൂല എന്ന് പറഞ്ഞില്ല. പുറത്തുനിന്ന് വന്ന അവൾക്ക് വ്യക്തമായിട്ട് അറിയാം അനുമോൾക്ക് നല്ല അക്സെപ്റ്റൻസ് ഉണ്ടെന്ന്. അവൾ വന്ന ഉടനെ ഓടി വന്ന് അനുമോളെ കെട്ടിപ്പിടിക്കാനല്ല നിന്നത്, അനുമോൾക്കൊപ്പം നിൽക്കാനുമല്ല നിന്നത്, തനിച്ച് തന്നെയാണ് നിന്നത്. മസ്താനിയെ പോലും അനുമോൾക്കൊപ്പം പോയി നിന്നപ്പോൾ ലക്ഷ്മി തനിയെയാണ് നിന്നത്. നിലപാടുള്ള സ്ത്രീയെ ഇങ്ങനെ വൈകൃതപ്പെടുത്തരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കപ്പ് പോകേണ്ടത് ലക്ഷ്മിക്കാണെന്ന് ഞാൻ പറയും. അത്രയും സൂപ്പർ നിലപാടാണ് അവൾക്കുള്ളത്. എന്തിനാണ് അവളെങ്ങനെ ആക്രമിക്കുന്നത്? ഇവന് സത്യം നല്ല അസൂയാണ്. നിനക്ക് അവളോടുള്ള ദേഷ്യം, നിന്റെ അമ്മ വന്ന് അവളോട് കാണിച്ച ആ പോക്കൃത്തരം, ആ ഒരൊറ്റ റീസണാണ് പൊതുസമൂഹം നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയത്. ഒരു പെൺകുട്ടിയെയും ടീച്ചറായ ഒരു സ്ത്രീയെയും അവർ വന്ന് മാപ്പ് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കാതെ ഇൻസൾട്ട് ചെയ്ത അത്രയും നാരോ മൈൻഡഡ് ആയ നിങ്ങൾ അവിടെ തുടരാൻ പാടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ തീരുമാനമായിരുന്നു. അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഹൈജീന്റെ കാര്യം പറഞ്ഞ പിന്നെ ഹൈജീനില്ലാത്ത കാര്യങ്ങൾ നമുക്കൊരു ഗെയിം ഉണ്ട്. നമുക്ക് എന്താണ് ഗെയിം? ഇവിടെ വെറും ശശി. അപ്പൊ ഈ ബിഗ് ബോസ് ഏറ്റവും റോസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഈ ലക്ഷ്മിയാണ്. മോശം കണ്ടസ്റ്റന്റ് ഞാൻ വഴി തെറ്റി വന്നെന്ന് പറയുള്ളൂ. മോശം കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ ഒരു മോശം അല്ലെങ്കിൽ എന്താണ് ഗുഡ് എന്നൊക്കെ ആൾക്കാർ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞ വഴി തെറ്റി വന്ന കണ്ടസ്റ്റന്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു ഗെയിമർ പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എതിരാളിനൊക്കെ തോന്നണമല്ലോ. ഈ അലഗേഷൻ വന്നപ്പോഴേക്കും ഞാൻ സോറി ആക്സെപ്റ്റ് ചെയ്യാൻ ഞാറൊന്നാണ് ഒരു കാര്യം. ഒരാളെ കുത്തിക്കൊന്നിട്ട് സോറി ഉണ്ടായിരുന്നു. മസാലയുടെ കൂടെ ലക്ഷ്മി ഔട്ട് ആണെന്നുണ്ടായിരുന്നു. എനിക്ക് ലക്ഷ്മി ഒരു എതിരാളിയായിട്ട് തോന്നില്ല. ലക്ഷ്മി അവിടെ ഇരിക്കണമെങ്കിൽ അവളത് ആദ്യത്തിലല്ലേ. അപ്പൊ അവിടെ ശരി അതാ ബിഗ് ബോസ് ആക്കി കൊടുത്തില്ലേ. ഞാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള, അതായത് ഇത് അവിടെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ബോസ് കാണിച്ചു കൊടുത്തത് അവളെ അല്ല നിന്നെയാണ്. അത് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ ഇറങ്ങിയ ഉടനെ ബിഗ് ബോസ്, അതായത് ഏഷ്യാനെറ്റുകാര് ഇട്ട ഒരു നോട്ടാണ് ഈ കാണുന്നത്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് കേട്ടില്ലേ? പണി കിട്ടി, നിന്നെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിന്നാടാ, അല്ലാതെ അവക്കല്ല. അവൾ ഇപ്പോഴും അതിനകത്തുണ്ടെങ്കിൽ ബിഗ് ബോസുകാർ അവളെ ഹോണർ ചെയ്തെന്നാണ് അർത്ഥം. അടുത്ത ആഴ്ച അവൾ പുറത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അവൾ അവിടെ ഉണ്ട്. നീ പുറത്തായെങ്കിൽ നീയാണ് അവക്കൊരു എതിരാളി അല്ലെന്ന് അവളാ പറയേണ്ടത്. ഈ ഡയലോഗ് പറയേണ്ടത് ലക്ഷ്മിയാണ്, നീയല്ല. പുരുഷന്മാരോട് ഇത്രയും വിരോധം ഉള്ളിലുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഞാൻ പുരുഷ വിരോധിയാണെന്നുള്ളത്? പുരുഷ വിരോധിയാണെന്ന് അവള് പറഞ്ഞില്ലല്ലോ. അതൊക്കെ നീയല്ലേ പറയണത്. നീയും നിന്റെ കൂട്ടരും അല്ലേ പറയണത്. അക്ബർ നീയും അല്ലേ പറയണത്. അവള് പറഞ്ഞില്ലല്ലോ പുരുഷ വിരോധിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവള് തിരുത്താൻ വന്നില്ല. നീയൊക്കെ അങ്ങനെ വിചാരിച്ചു. നിന്നെ പോലുള്ള പുരുഷന്മാരെ വിരോധിക്കേണ്ട ആവശ്യമുണ്ട്. വീഴാൻ പോകുമ്പോ പെണ്ണിന്റെ വയറ്റി കയറി പിടിച്ചാ രക്ഷപ്പെടാൻ നോക്കുന്നത്. നീ അവളെ സാധനത്തിൽ കയറി പിടിക്കുമില്ലായിരുന്നെന്ന് എങ്ങനെ ഉറപ്പുണ്ട്? നിന്നെ വിശ്വസിച്ച് എങ്ങനെയാണ് പെണ്ണുങ്ങൾ അവിടെ നിൽക്കുക? ഇത് നല്ല സൂപ്പർ എവിക്ഷൻ ആയിരുന്നു. നിന്നെ വിശ്വസിച്ച് ഒരു പെണ്ണിനോടെ നിൽക്കാൻ ഒക്കത്തില്ല. നീ വീഴാൻ പോകുമ്പോ വല്ലവളെ വയറ്റി കയറി പിടിച്ചാണോ വീഴാൻ പോകുന്നേ? അതൊക്കെ എന്ത് പരിപാടിയാടാ? ഞാനൊരു ഇംഗ്ലീഷ് സാധനം പറഞ്ഞാൽ തെറിയോല്ലെങ്കിൽ ഫീമെയിൽ അതൊക്കെ ഞാൻ പറഞ്ഞത്. അതായത് അതെ 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 നീ പറയുന്നത് തെറിയാണല്ലാത്തത് കൊണ്ടാണ് അവിടെ ബി പി ചെയ്യണത്. അത് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടാണ് ബി പി ചെയ്യണത്.
നിന്റെ വായിൽ നിന്ന് വീഴുന്ന അത്രയും നല്ല സാധനങ്ങളായതുകൊണ്ടാണ് അത് ബി പി ചെയ്യണം. അയ്യോ തള്ളി അങ്ങ് മറിപ്പ. ഇവന്റെ ഒരു വർത്തമാനം കേട്ടാല് ഇവൻ എന്തോ ഭയങ്കര സംഭവം, ബാക്കിയുള്ളവരൊക്കെ എന്തോ കുഴപ്പമാണെന്നോട് സ്വയം പൊങ്ങിയാണെന്നാണ് കമന്റ്സ് ഒന്നും പറയാൻ പാടില്ല. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഇവൻ വക്കീലായത് കൊണ്ടാണ് അവള് പേടിച്ചിട്ട് ഇവനോട് ഇങ്ങനെ ബിഹേവ് ചെയ്തെന്ന്. ഒന്നുമല്ല, മസ്താനി പിൻവാങ്ങി, വേറെ രക്ഷയില്ല. മസ്താനിക്ക് അവിടെ ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ അവൾ അവിടെ തനിച്ചെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് അവൾ മിണ്ടാതായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇയാൾക്ക് അവിടുന്ന് അയാളെ പുറത്താക്കിയതിന്റെ ദേഷ്യമാണ്. അവിടെ നടന്നത് എന്താണെന്ന് A to Z എല്ലാവരും കണ്ടതാണ്. ആ പെൺകുട്ടിയെ കൂട്ടത്തോടെ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒന്നും ചെയ്തിട്ടില്ല. ബിഗ് ബോസ് പകരം ഇവർക്കൊപ്പം നിന്നിട്ടേ ഉള്ളൂ. റിയാസിനെ കൊണ്ടുവന്നു, രശ്മി പതറിയില്ല. നിങ്ങൾ അവൾ കരഞ്ഞു കണ്ടോ? ഇല്ല, അവൾ മാറി എന്നേ ഉള്ളൂ. അതേപോലെ ശോഭ വന്നു, അവൾ അതിനകത്ത് പോയി മാറി നിന്ന് കരഞ്ഞു എന്നല്ലാതെ പുറത്തു വന്നത് കരഞ്ഞില്ല. ശോഭ കളിയാക്കി, ശോഭ ഇൻസൾട്ട് ചെയ്തു. അവിടെ വന്ന ഗസ്റ്റുകളായി വന്ന 3 പേരും ഇൻസൾട്ട് ചെയ്തു. അവൾ അത് ഓവർകം ചെയ്തു, ഒറ്റപ്പെടുത്തി ഓവർകം ചെയ്തു. അമ്മ വന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ആ അമ്മയും കൂടെ ഒറ്റപ്പെടുത്തി, അതും ഓവർകം ചെയ്തു. ആ കുഞ്ഞിനെ, പിഞ്ച് പൈതലിനെ പോലും വിടാതെ അതിൻ്റെ അടുത്തും കാണിച്ചു ഒരു വൈരാഗ്യം. പക്ഷേ സമൂഹം അവൾക്കൊപ്പം നിന്നു. അതുകൊണ്ടാണ് എവിക്ഷനിൽ നീ പുറത്തേക്കും അവൾ അകത്തേക്കും പോയത്. അവളോടെ നിൽക്കണമെന്ന് സൊസൈറ്റി തീരുമാനിച്ചു, സമൂഹം തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനമാണ് നീ കണ്ടത്. നീ ഫോർട്ട് കൊച്ചിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വാത്താളം അടിക്കുന്ന ഒരു വായ്ത്താറി മാത്രമാണ് എന്നുള്ളത് നീ തെളിയിച്ചു. എൻ്റെ ഒരു ഡിഗ്രി, നീ നിയമം പഠിച്ചെങ്കിൽ നീ ആ പെണ്ണിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തില്ല. വായ്ത്താളം അങ്ങ് ഇരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും പറയണം. അവൾ ഇറങ്ങിയിട്ട് നിനക്കതിനെ ഒരു പെറ്റീഷൻ കൊടുത്താൽ നീ തൂങ്ങി, അത്രേ ഉള്ളൂ. നിനക്കത് നന്നായിട്ട് അറിയാം. പക്ഷെ നിനക്ക് ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര സംഭവം. നീ ഒരു സംഭവമല്ല, നീയാണ് ശശി. നീ ശശിയായി പുറത്തേക്ക് വന്നു. നീ ഈ ആഴ്ചയും കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അക്ബർ നിന്നെ ഉടുത്തിട്ടുണ്ടാവുമായിരുന്നു. അക്ബർ നിനക്ക് ശരിക്ക് തന്നേനെ, ജിസേലും തന്നേനെ. നീ എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ജിസേൽ പറഞ്ഞ എന്താണ്? നീയാണ് കള്ളനെന്നാണ്. ജിസേൽ റെസ്പെക്റ്റ് അല്ല ചെയ്യണം, നിന്നെ കണ്ടല്ലോ അവൾ തല്ലും. കാരണം എല്ലാവരും മറന്നൊരു കാര്യം, നിന്റെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് നീ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് എടുത്തു പറയണമെന്ന് പറഞ്ഞ അക്ബറിനെ പോലും ഞങ്ങളെല്ലാം സംശയിച്ചു. പക്ഷെ അക്ബർ ആയിരുന്നു ശരിയെന്ന് തെളിയിക്കുകയാണ് ചെയ്തത് ബിഗ് ബോസ്. അതിൽ ബിഗ് ബോസിനോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കാരണം അല്ലെങ്കിൽ അക്ബറിനെ ഞാൻ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. എനിക്ക് ഈ ഒരു ആഴ്ച അവനെ പറഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം അവനല്ല, ഇവനാണ് ശരിക്കുള്ള കള്ളൻ എന്ന് അവർ തെളിയിച്ചത്. അത്രയേ ഉള്ളൂ, കൂടുതൽ സംസാരിക്കേണ്ട. ബിഗ് ബോസിനെന്നോ മോഹൻലാലിനോ ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല. നീ പിന്നെ അവിടെ നിന്നുകൊണ്ട് ഭയങ്കര പ്രസംഗം നടത്തുന്നു. അപ്പോഴും ബിഗ് ബോസ് എന്താ പറഞ്ഞാൽ, എടാ സമയമായി പോടാ ഇറങ്ങി എന്നവർ പറയാതെ പറഞ്ഞു നിന്റെ അടുത്ത്. ചുമ്മാ നിന്ന് പിന്നെയും ഭയങ്കര വർത്താനാ പറയുന്നത്. ഇറങ്ങി വരാൻ ചമ്മി നാറി തൂറി ഇറങ്ങി വന്നിട്ട് പിന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ജയിച്ചേ, പൈൽവാൻ ജയിച്ചേ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ലഡാക്ക്. അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എനിക്ക് തീർത്തും ഇഷ്ടമില്ലായിരുന്നു ഇവ അവിടെ നിൽക്കുന്നതിനോട് ഒരു പൊരുത്തവും ഇല്ലായിരുന്നു. ഏറ്റവും ഈ ഒരു സീസൺ 7 ഏറ്റവും നല്ലൊരു എവിക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അതിതാണ്. സത്യത്തിൽ അഭിലാഷിനെയോ ജിഷിനെയോ പുറത്തു വിടാതെ ഇവനെ ആയിരുന്നിരിക്കണം ആദ്യമേ പുറത്തു വിടേണ്ടിയിരുന്നു. ഇവനാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വാഴ. എന്തായാലും ഇവ അവിടെ നിന്നതുകൊണ്ട് ഇവന്റെ വീട്ടുകാരും അങ്ങനെയാണ്, ഇവനെ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കി തരാൻ സാധിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ ഇവന്റെ അമ്മ ഫ്ലൈറ്റിലൊക്കെ ഇരുന്നിട്ട് PR വർക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദറിനെ കളിയാക്കിയതിന്റെ കാര്യമൊക്കെ ലക്ഷ്മിയുടെ ബ്രദർ പറയുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര പോലും മനസ്സിടുങ്ങിയ നാരോ മൈൻഡഡ് ആയ നീ അവിടെ നിന്ന് ജയിക്കുന്നത് കൊണ്ട് ആ 5 ഇതിലേക്ക് പോലും വരരുത് എന്നുള്ളത് സത്യം പറഞ്ഞ ജനങ്ങളുടെ വാശിയായിരുന്നു. ആ ജനങ്ങളുടെ വാശിയാണ് കണ്ടത്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അൺസബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.